എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൽ പങ്കെടുത്ത ജ്യോതി ചേച്ചിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം ഇന്ന് ഈ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഏജ് ആയവർക്ക് ഡ്രൈവിങ് അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്ന്. ഇപ്പോൾ ചേച്ചി ഒരു സീനിയർ സിറ്റിസനാണ്. ചേച്ചി ഇന്ന് ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാമെന്നുള്ളൊരു ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വാഗ്നറാണ് വണ്ടി, മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയാണ്. ഓടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അറിയാമല്ലോ നിങ്ങൾക്കല്ലേ. അപ്പം മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ക്ലച്ചിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണം. ചേച്ചിക്ക് തീരെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇന്ന് വന്നിട്ടാണ് ഇപ്പം നമ്മൾ രാവിലെ മുതൽ ട്രൈ ചെയ്തിട്ടാണ് സെറ്റാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് ചേച്ചി? ഇപ്പോൾ ഒരു ധൈര്യം വന്നിട്ടുണ്ട്, ഓടിച്ചു പോവാന്നുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട്. ലൈസൻസ് എടുത്തിട്ട് എത്ര നാളായി? 20 വർഷമായി ലൈസൻസ് എടുത്തിട്ട്. അപ്പം സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു പോയിട്ടില്ലല്ലോ? 2 വീലർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഓക്കെ. കാർ അങ്ങനെ ഒറ്റയ്ക്ക് എടുത്തിട്ടേ ഇല്ല അല്ലേ? എടുത്തിട്ടേ ഇല്ല. അപ്പം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ രാവിലെ മുതൽ ഡ്രൈവ് ചെയ്ത് സെറ്റാക്കി. പിന്നെ ഹാഫ് ക്ലച്ചൊക്കെ ഒരു 2 മണിക്കൂർ ആയല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. അതായത് നോർമലി അതിൻ്റെ ആവശ്യം വരാറില്ല. ഇപ്പം എൻ്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നവർ അത്യാവശ്യം ഹാഫ് ക്ലച്ചൊക്കെ ഓക്കെ ആയവരായിരിക്കും, ബാക്കിയുള്ള സൈഡ് ജഡ്ജ്മെൻ്റ് ആയിരിക്കും പ്രശ്നം. പക്ഷേ ജ്യോതി ചേച്ചിൻ്റെ കേസിൽ അതും ഡിഫറൻസ് ആയിരുന്നു. അതായത് ആ ഹാഫ് ക്ലച്ചിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ നമ്മൾ റിവേഴ്സും അതേപോലെ തന്നെ ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു സ്പീഡ് മാനേജ്മെൻറ്റാണ് 2 മണിക്കൂറോളം നോക്കിയത്, അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അതൊന്നും കൂടെ പിന്നെ റിഫൈൻ ചെയ്ത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം റോഡിൽ ഇപ്പം ചേച്ചി ഓക്കെ ആയിട്ടുണ്ട് അല്ലേ? ആ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി എടുക്കുമ്പോൾ ഓഫാകുന്നൊരു പ്രശ്നമാണ് ഉണ്ടായത്, അത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് ഇപ്പം. അതേപോലെ തന്നെ സൈഡ് ജഡ്ജ്മെന്റ് ഓക്കെ ആയിട്ടുണ്ട്, പിന്നെ സ്പീഡ് മാനേജ്മെന്റ് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ വണ്ടികളെ കാണുമ്പോൾ പേടിയില്ല, കറക്റ്റായിട്ട് സൈഡ് ചേർത്തിട്ട് ചേച്ചി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ക്ലാസ് വേണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പെട്ടെന്നൊരു ഡ്രൈവിംഗ് പഠിക്കണം തോന്നിയത് എന്തുകൊണ്ടാണ്? കാരണം ഇത്രയും നാൾ ലൈസൻസ് എടുത്തിട്ട് എല്ലാവരും ഓടിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ഒരു ഇത്രയും വണ്ടി വീട്ടിൽ വണ്ടി ഉണ്ടായിട്ട് വർഷങ്ങളായിട്ട് വണ്ടി ഉണ്ട്. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നു. എമർജൻസി ആരും ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പൊ പിന്നെ എല്ലാരും ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി, ലൈസൻസ് ഉണ്ടായിട്ടും ഓടിക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു വാശിയും കൂടി വന്നു. എന്തായാലും എടുത്തേ പറ്റൂന്നല്ലേ? ചേച്ചി ഓൾറെഡി ക്ലാസ് മുന്നേ കാണുന്നുണ്ടല്ലോ? അതെ, ഞാൻ വീഡിയോ കണ്ടോണ്ടിരുന്നു. യൂട്യൂബിൽ കാണാറുണ്ട്. ഓക്കെ. അപ്പം എല്ലാവരെ പോലെ തന്നെയാണ് ചേച്ചിയും ഓൾറെഡി വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മളെല്ലാം പരിചയമുണ്ട്. എന്തായാലും ഈ ഒരു 1 ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവർക്കും ഒരു സംശയമാണ് ഈ 1 ഡേ കൊണ്ട് എന്താവാനാണെന്ന്. പക്ഷേ 1 ഡേ കൊണ്ട് പലതും ആവും. പിന്നെ ഈ ട്രിക്കുകളൊക്കെ നമ്മളിപ്പം ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കണം ഒന്നുകൂടെ. ഇപ്പം ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ ഓടിക്കുന്ന കാണുമ്പോൾ ഒരു പ്രശ്നമില്ല, നോർമലി പോകുന്നുണ്ട്, സൈഡൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ചില സമയത്ത് അവർ പിന്നെ ക്ലച്ചിൻ്റെ കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥ, അതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് 2 മണിക്കൂറിന് ബാക്കിയുണ്ട്. ആ ഒരു സമയത്ത് അതാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടല്ലേ? നമ്മളിപ്പോൾ റിവേഴ്സൊക്കെ നോക്കി ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ഡ്രൈവിംഗ് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ചേച്ചി അല്ലേ? റിവേഴ്സ് എങ്ങനെ എടുക്കാം, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോകേണ്ടത്, സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ വാഗ്നറാണ് വണ്ടി, ഞാൻ പറഞ്ഞു അതിനകത്ത് ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പം പിന്നെ പ്രാക്ടിക്കലി മിറർ നോക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്, സെൻസറോ കാര്യങ്ങളോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. അപ്പം പ്രാക്ടിക്കലി നോക്കി ചെക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതൊക്കെ ഏകദേശം ചേച്ചി ഇപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് പോകുന്ന ലെവലിലേക്ക് ആയിട്ടുണ്ട്. ആ ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ചേച്ചിയൊക്കെ ജ്യോതി ചേച്ചിയൊക്കെ വണ്ടി എടുത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് വണ്ടി എടുത്ത് പോകാം. ഒരുപാട് ആൾ ചോദിക്കാറുണ്ട്, എനിക്ക് കുറച്ച് വയസ്സായി, 45 വയസ്സുള്ളവരാണ് പറയുന്നത്, വലിയ വയസ്സെന്നൊക്കെ പറയാം. അപ്പം ചേച്ചിയുടെയൊക്കെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക, എടുത്ത് പോവാല്ലേ ചേച്ചി? കുഴപ്പമില്ലല്ലോ? ഇല്ല, ചേച്ചി ഇപ്പോൾ ഹാപ്പി ആയിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എടുത്ത് പോകാന്നുള്ള ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി ഇപ്പോൾ ജോബ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഹോട്ടൽ ഫീൽഡിലാണ്. ഹോട്ടലിൽ എന്തായിട്ടാണ്? അക്കൗണ്ട് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ചേച്ചി ഓൾറെഡി വർക്കിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ലീവ് എടുത്തിട്ടാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത്. എന്തായാലും പിന്നെ ഇതേപോലെയുള്ള ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ഞാൻ ചേച്ചീനെല്ലാം ശരിക്കും പിന്നെ ഇങ്ങനെ വ്ളോഗിൽ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എന്താ വെച്ചാൽ ചെറിയ പിന്നെ 35-40 വയസ്സുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, അയ്യോ എനിക്ക് വയസ്സ് കൂടിപ്പോൾ എന്നെ കൊണ്ട് ആവൂല, എൻ്റെ വയസ്സ് കൂടുതലാണെന്ന്. അത്തരം ആളുകൾ ചേച്ചീനെയൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആവണം. ചേച്ചിയൊക്കെ നാളെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകാൻ പോവാണ്. അപ്പം നിങ്ങളൊക്കെ എന്താണ്, എല്ലാവരും വണ്ടി എടുത്ത് പോകണം അല്ലേ ചേച്ചി? അപ്പം ഇൻഡിപെൻഡന്റ് ആവണം, അതാണ് കാര്യം. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല വേണ്ടത്, എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവണം. ഇപ്പം ഹസ്ബൻഡിനെ അറിയുന്നുണ്ടാവും, വൈഫിനെ അറിയുന്നുണ്ടാവും, അതല്ല കാര്യം. നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക.
ഒരു എമർജൻസി ഘട്ടത്തിൽ നമ്മൾ അന്നേരം ആരെയും കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. യെസ്, വണ്ടി ഉണ്ട്, പോവാൻ പറ്റിയില്ല എന്നൊക്കെ വരുമ്പോൾ ഒരു നല്ല ഡ്രൈവറെ വിളിക്കേണ്ട അവസ്ഥ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം അത്തരം സിറ്റുവേഷൻസ് വരാതിരിക്കട്ടെ. അപ്പം ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റണം. എന്തായാലും ഇതേപോലെയുള്ള ഫീഡ്ബാക്കൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9400600735 ആണ് വാട്സപ്പ് നമ്പർ. അത്യാവശ്യക്കാരെ വിളിക്കുക കേട്ടോ. 90 days പ്രീ ബുക്കിംഗ് ആണ്. പെട്ടെന്ന് ബുക്ക് ചെയ്താൽ ഡേറ്റ് കിട്ടില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ ബ്ലോഗുമായി വീണ്ടും എത്താം കേട്ടോ. ബൈ.